അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കർത്താവ് ഇന്നലെ കർത്താവിൻ്റെ ശുശ്രൂഷയെ ഓർത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായി. അതുപോലെ ഇന്ന് നമുക്ക് അതിൻ്റെ 9-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും തനിക്ക് ലോകത്തിൽ വിശ്വസിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പല ആശയങ്ങളും കർത്താവ് പ്രാർത്ഥനയിലും ഉരുവിട്ടിരിക്കുന്നതായിട്ട്, റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ കർത്താവ് ഈ ലോകത്തിൽ വെച്ചിരിക്കുന്നു, എന്നാൽ കർത്താവ് നമ്മളെ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കർത്താവ് നേരത്തെ വ്യക്തമാക്കി. ഞാൻ ഈ ലോകത്തിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തെങ്കിലും കർത്താവെ അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റണം എന്നല്ല കർത്താവ് അവിടെ പ്രാർത്ഥിച്ചതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അവരെ ദുഷ്ടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് അവരെ നമുക്ക് കാണുന്നു. എന്ന് മാത്രമല്ല, കർത്താവ് ലൗകികൻ അല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം എന്നത്ര ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിൽ അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ് ആദ്യത്തെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗത്തെ പ്രധാന പ്രാർത്ഥന അപേക്ഷകൾ ഇതാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവിനറിയാം കർത്താവ് ഈ ലോകം വിട്ടു പോകുന്നു എങ്കിലും തൻ്റെ ശിഷ്യന്മാർ ഈ ലോകത്തിൽ ഇരിക്കുകയും കർത്താവ് അവരോട് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാനായിട്ട് കൽപ്പിച്ചിട്ടുള്ളതുമായിട്ട് എല്ലാ പ്രമാണങ്ങളെയും അവരെ പഠിപ്പിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് കർത്താവ് പറഞ്ഞ കാര്യം നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ലോകത്തിൽ കർത്താവ് നമ്മളെ വെച്ചിരിക്കുകയാണ്. കർത്താവ് ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെന്നാൽ ഈ ലോകത്തോട് മിങ്കിൾ ചെയ്ത് പോകരുത് എന്ന് കർത്താവ് പ്രത്യേകം, ലോകത്തിൽ ആയിപ്പോകരുത് എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സാധാരണ നമ്മുടെ ഉപദേശിമാരൊക്കെ പറയുന്നത് പോലെ, ഉപദേശിമാരെന്ന് പറയുമ്പോൾ എന്നെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലെ ഉപദേശി എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ വേർഡൊന്നുമല്ല. ഞാൻ സാധാരണഗതിയിൽ എന്നെ തന്നെ പാസ്റ്റർ എന്നൊന്നും ഞാൻ വിളിക്കാറില്ല, സാധാരണ ഉപദേശി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ ഒരു പേരാണെങ്കിലും ഒരു ഉപദേശി, അതെ, ഒരു ഉപദേശി എന്ന് നമുക്ക് പറയുമ്പം അതിൽ ഒരു പ്രത്യേകതയുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് പോലെ ഈ വള്ളത്തിൽ വെള്ളം കയറരുത്, എന്നാൽ വെള്ളത്തിൽ വള്ളം കിടക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വളരെ നല്ലൊരു എക്സാമ്പിളാണ് ആ പറയുന്നത് എന്ന് നമുക്കറിയാം. വെള്ളത്തിൽ കിടക്കുന്ന വള്ളം, ആ വള്ളത്തിൽ വെള്ളം കയറാത്തിടത്തോളവും അത് സേഫാണ്. എന്നാൽ ഈ വള്ളത്തിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കഴിയുമ്പം അതിൻ്റെ സേഫ്റ്റി നഷ്ടപ്പെട്ട് അത് മുങ്ങിപ്പോകാനായിട്ട് ഇടയായിട്ട് തീരും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വിശ്വാസിയെ കർത്താവ് ഈ ലോകത്ത് വെച്ചിരിക്കുന്നത് സത്യത്തിൽ അവനെ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു, കർത്താവ് വേർതിരിച്ച് കഴിഞ്ഞു. എന്നാൽ അവനെ ഈ ലോകത്തിൽ തുടരാനായിട്ടാണ് കർത്താവ് അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും. മാത്രമല്ല, ഈ ലോകത്തിൽ അവൻ ഫലം കായ്ക്കേണ്ടതിനായിട്ട് അവനെ ആക്കി വെച്ചും ഇരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കാണാനിടയായി തീർന്നു. കണ്ടാലും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാനായിട്ട്. അപ്പം ലോകത്തെ ജയിച്ച കർത്താവിൽ ആശ്രയിച്ച് ഈ ലോകത്തിന് കീഴടങ്ങാതെ നമ്മൾ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുകയും ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഫലം കായ്ക്കുകയും ചെയ്യണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് കർത്താവ് നമ്മളെ ലോകത്തിൽ നിന്ന് എടുക്കണ്ട. നമുക്കറിയാം, കർത്താവിന് വേണമെങ്കിൽ നമ്മളെ ഈ ലോകത്തിൽ നിന്ന് ഫുൾ അങ്ങ് സെപ്പറേറ്റ് ചെയ്ത്
വിശ്വാസികൾ മാത്രമുള്ള ഒരു ലോകത്താക്കി വെച്ച് അവിടെ വെച്ച് നമ്മളെ പരിപോഷിപ്പിക്കുകയും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ നമ്മൾ ഏത് ദുഷ്ടലോകത്തിലാണോ ജീവിച്ചത്, ഇതേ ദുഷ്ടലോകത്തിൽ തന്നെ എല്ലാ നിലയിലുള്ള പ്രശ്നങ്ങളും വിശ്വാസ ജീവിതത്തിന് ഉണ്ടാകാവുന്ന പ്രതികൂലങ്ങളെയും ഉള്ള ഈ ലോകത്തിൽ തന്നെയാണ് കർത്താവ് നമ്മളെ വെച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ഒരു പ്രത്യേക നിലയിൽ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, പല ചെറുപ്പക്കാരും പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഈ സാത്താനെ ദൈവം സൃഷ്ടിച്ചത്, ഈ ലോകം ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് അങ്ങനെയുള്ളവർ പറയാൻ കഴിയും. ഗലാത്യർക്ക് എന്ന ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തെ വായിക്കുന്നത്, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടിവിക്കേണ്ടതിന് തന്നെത്താൻ കൊടുത്ത, അങ്ങനെ ആ ഒരു നിലയിലാണ് നമ്മൾ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് എന്ന് അവിടെ എഴുതി. അപ്പം കർത്താവ് ഈ ലോകത്തിൽ നിന്നും, ലോകത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും, ലോകം തനിക്ക് സ്വന്തമായിരുന്നെന്ന് നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നുമൊക്കെ മാറി, അത് വായിക്കുന്നത് ഗലാത്യ ലേഖനം 1:3, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവും അതിൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപം നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവഹിതത്താൽ നമ്മൾ ഈ ലോകത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും, ലോകത്തിൻ്റെ സ്വന്തമാണ് നമ്മൾ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ വിടുവിക്കപ്പെടണം എന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിച്ചത്. എന്ന് വെച്ചിട്ട് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് നമ്മളെ കൊണ്ടുപോയിട്ടില്ല. ഈ പ്രശ്നമുഖരിതമായ വിശ്വാസത്തിന് എതിർപ്പുള്ള, അല്ലെങ്കിൽ പല നിലയിലുള്ള ചലഞ്ചസ് നമുക്ക് എതിരെ വെക്കുന്നതായിട്ടുള്ള ഇതേ ലോകത്തിൽ തന്നെയാണ് കർത്താവ് നമ്മളെ വെച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ, മാത്രമല്ല ഈ ലോകം നമ്മുടെ മുന്നിൽ പോസ് ചെയ്യുന്ന ഈ ചലഞ്ചസിനെയൊക്കെ വിശ്വാസത്താൽ നമ്മൾ ജയിക്കണം എന്നുള്ളതുമാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ചലഞ്ചസ് ഇല്ലാത്തതോ, പ്രശ്നങ്ങളില്ലാത്തതോ, വിശ്വാസ ജീവിതത്തിന് എതിർപ്പായിട്ടുള്ള കാര്യങ്ങൾ ഉയരാത്തതോ ആയ ഒരു ഇമാജിനറി വേൾഡിലല്ല ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. എല്ലാ റിയാലിറ്റീസും ഉള്ള, എല്ലാ പ്രശ്നങ്ങളുമുള്ള ഒരു വേൾഡിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഞാനിങ്ങനെ ഒരു പ്രസംഗകൻ പറയുന്ന കേൾക്കാനിടയായി തീർന്നു. വളരെ വിലയുള്ള ഒരു മീനെ ദൂരെ രാജ്യത്തേക്ക് അയക്കണം. അപ്പോൾ അവരുടെ രാജ്യത്തു നിന്ന് അതിനെ പിടിച്ചിട്ട് അതിനെ കൊന്ന് അതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ജീവനോടെ തന്നെ കൊണ്ടുപോകണം. ജീവനോടെ കൊണ്ടുപോകുമ്പോഴും ഈ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് നമുക്ക് കാണാം. ഞാനൊരിക്കൽ കൊല്ലത്ത് പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ കരിമീൻ ഒക്കെ അവർ പിടിച്ചതിന് ശേഷം കായലിൽ തന്നെ വലയിലിട്ടേക്കുക. അത് അടുത്ത ദിവസം രാവിലെ ആരെങ്കിലും അതിനുള്ള ആൾക്കാർ വരുമ്പം അതിൽ നിന്ന് ഫ്രഷായിട്ടെടുത്ത് ജീവനുള്ള പിടയ്ക്കുന്ന കരിമീനെടുത്ത് കൊടുക്കുന്ന വിദ്യ എന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പം എന്ന് പറയുന്നത് പോലെ അങ്ങനെ അയക്കാനായിട്ട് ശ്രമിച്ചു. അന്നേരവും ആ മീൻ്റെ ഊർജ്ജസ്വലതയും ഒക്കെ നഷ്ടപ്പെട്ടത് വല്ലാത്ത ഒരു അവസ്ഥയിൽ ആ രാജ്യത്തെത്തുന്നത് എന്ന് കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോഴെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീന് ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള വേറൊരു മീനുണ്ട്. ഈ മീനെയും കൂടെ 2 അതിൻ്റെ കൂട്ടത്തിൽ പിടിച്ചിട്ടു ഈ കൂടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ശത്രുവിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഈ മീൻ ഒരിക്കലും ജീവനോ അല്ലെങ്കിൽ ഊർജ്ജസ്വലതയോ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലല്ല, മേൽക്കുമേൽ ഉഷാറായിട്ടുള്ള ഒരു നിലയിലാണ് ഈ മീൻ ആ രാജ്യത്തെത്തുന്നത് എന്നൊരു ഉദാഹരണം പറഞ്ഞ് കേൾക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ആ ഉദാഹരണം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കർത്താവ് നമ്മളെ ഈ ലോകത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം, ഈ ലോകത്ത് തന്നെ ലോകം ജഡം പിശാചിനോട് ഫൈറ്റ് ചെയ്ത് തന്നെ ദൈവകൃപയിൽ ആശ്രയിച്ച് ലോകത്തെ ജയിച്ച കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ ഇതിനെയൊക്കെ വിശ്വാസത്താൽ ജയിക്കണം എന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ്റെ ലേഖനം, ഇന്നലെ ബിജോ ബ്രദർ അത് പറഞ്ഞു, 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവിലും ജനിച്ചവനൊക്കെയും ഈ ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്നവിടെ വായിക്കുക. അപ്പോൾ ലോകത്തെ ജയിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എനിക്ക് പലപ്പോഴും ഞാനും വിവാഹിതനാകുന്നതിനൊക്കെ മുന്നേ, വിവാഹിതനായ ശേഷമാണോ എന്നും എനിക്കറിയില്ല, ഈ ബിജോ ബ്രദർ, അതുപോലെ ഇവിടെ നമ്മുടെ താഴെയൊക്കെ ഇടയ്ക്കൊക്കെ വന്നിരിക്കുന്ന ചില സഹോദരങ്ങൾ, ഇവരെല്ലാം കൂടെ ഞങ്ങളൊരു വലിയൊരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഈ സ്റ്റുഡൻസൊക്കെ അവിടെ താമസിക്കും, ഞായറാഴ്ച ദിവസം അവിടെ ആരാധന നടത്തും, അല്ലാത്ത സമയങ്ങളിൽ അവിടെ ഇവരൊക്കെ താമസിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഒരു സഹോദരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അദ്ദേഹം ഇച്ചിരി ഒരു ഉപദേശി ടൈപ്പിലുള്ള ആളാണ്. അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കും, വായിക്കും. അന്നേരം ഇതിനെയൊക്കെ ചൊറിയാനും ഇതിനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കാനുമായിട്ട് ആ കൂട്ടത്തിൽ തന്നെയുള്ള വേറെ ചിലർ ശ്രമിക്കും.
അപ്പം അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, കർത്താവേ, ഇസ്രായേൽ മക്കൾ യുദ്ധം പഠിക്കേണ്ടതിന് അവരെ യുദ്ധം അഭ്യസിപ്പിക്കാൻ വെച്ച ജാതികളാവിത് എന്ന് പറഞ്ഞ് ഈ ഉപദ്രവിക്കുന്നവരെ കുറിച്ച് വാക്യമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ തമാശയായിട്ട് തോന്നാമെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്ന 3-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്, 2-ാം വാക്യത്തിലെങ്ങാണ്ട ഇത് വായിക്കുന്നത്. യുദ്ധമറിയാത്ത ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന് ദൈവം വെച്ച ജാതികളാവിത് എന്ന് വായിക്കുന്നതായിട്ടുള്ള ഭാഗം. കാരണം ഒരു എതിർപ്പും ഒരു ക്രൈസിസും ഒരു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തന്ന ആ ദൈവികമായ കാര്യങ്ങളിലും ആ പ്രൊവിഷനിലും ആശ്രയിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിട്ട് ശക്തിയുള്ളവരായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്ക് ഇന്നുള്ള ചില എതിർപ്പുകളും ചലഞ്ചസും ഒക്കെ പോയാൽ എല്ലാം കൂളായെന്ന്. ഇല്ല, ഈ പ്രശ്നങ്ങളും ചലഞ്ചസും ഒക്കെ ഉള്ളപ്പോൾ തന്നെയാണ് നമ്മൾ സ്ട്രോങ്. ഇതൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ പിന്നെ കർത്താവ് പറഞ്ഞ പോലെ നിലത്തിനും വളത്തിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലെത്തും. അപ്പം ഈ പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നത്. എനിക്ക് അറിയത്തില്ല, ബിജോ ബ്രദറിന് അറിയാം, പണ്ട് വാച്ച്മന്നിയുടെ ഒരു പുസ്തകം ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലേബും യോശുവയുടെയും ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു എന്നുള്ളത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എക്സാക്റ്റ് വാക്ക് ഞാൻ ഓർക്കുന്നില്ല. ഈ കനാന്യരോ ആ പ്രത്യേക ജാതിക്കാർ അവർ നമുക്ക് ഭക്ഷണമാകുന്നു എന്ന് ഈ രണ്ടുപേര് പോയി ദേശം ഉറ്റുനോക്കിയതിന് ശേഷം പറഞ്ഞത്. അവർ നമുക്ക് ഭക്ഷണമാകുന്നു എന്ന് പറഞ്ഞ് വാച്ച്മന്നി അതിനെ വിവരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഇവരെ ഓരോന്നിനെ പിടിച്ച് തിന്നുമായിരുന്നു പറഞ്ഞാൽ ലിറ്ററൽ സെൻസിലല്ല ഉദ്ദേശിക്കുന്നത്. തിന്നുമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത്ര വലിയ ഇസ്രായേൽ മക്കൾ രാത്രി മുഴുവൻ ഇരുന്ന് കരയാൻ തക്കവണ്ണം കാരണമായി തീർന്ന ഇത്ര വലിയ ചലഞ്ചിൻ്റെ മുന്നിൽ ഞങ്ങളുടെ ദൈവത്താൽ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുകയും അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുകയും ചെയ്ത ദൈവഭക്തന്മാർ രണ്ടുപേരാണ് കനാനിലേക്ക് പ്രവേശിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ദൈനംദിനം ഈ ഡിഫിക്കൽട്ടീസിൽ നിന്ന് ഒളിച്ചോടുകയല്ല, ഈ ഡിഫിക്കൽട്ടീസും ഈ ലോകം നമുക്കെതിരെ ചെയ്യുന്ന പല കാര്യങ്ങളിലെയും ഒക്കെ എതിർത്ത് തന്നെ അവരുടെ ആത്മീക യൗവനം 40 വർഷക്കാലവും നിലനിർത്താനും അവൻ്റെ കണ്ണിൻ്റെ ശോഭയൊട്ടും മങ്ങിപ്പോയില്ലെന്നും അവൻ്റെ ശരീരത്തിൻ്റെ കരുത്തൊട്ടും കുറഞ്ഞു പോയില്ല എന്നും കാലേബിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അന്ന് മോശ അരുളി ചെയ്തപ്പോൾ യോശുവയോട് പറയുക, അന്ന് മോശ അരുളി ചെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരാണത് ഇങ്ങനെ കണ്ടത്. അന്ന് എനിക്കുണ്ടായിരുന്ന അതേ ആരോഗ്യവും അതേ ധൈര്യവും അതേ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ എനിക്ക് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഞാൻ അന്ന് എനിക്ക് എനിക്ക് വിഭാഗിച്ചു തന്ന ആ കിര്യത്ത് അർബ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയാണ് അർബായുടെ മക്കളായിട്ടുള്ള അഹിമാൻ, തൽമായി, ശേഷായി എന്നൊക്കെ പറയുന്ന മല്ലന്മാർ. അവരുടെ പേര് പറയുമ്പോൾ തന്നെ ഇന്നത്തെ ഹീമാൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് തോന്നും. അതുപോലുള്ള ഗംഭീര പേരുകൾ അഹിമാൻ, തൽമായി, ശേഷായി. ഓരോ വിരലിലും കാലിൻ്റെയും കൈയുടെയും വിരലിൽ 6 വിരൽ വെച്ചുണ്ടായിരുന്ന ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്ന മല്ലന്മാർ. അവർ നമുക്ക് ഭക്ഷണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം അത് വാച്ച്മന്നി എനിക്ക് തോന്നുന്നത് 12 ബാസ്കറ്റ്സ് ഫുൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. അത് വളരെ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവർക്ക് അവരുടെ ആത്മീയ യൗവനം നിലനിർത്താൻ കഴിഞ്ഞു? അതിൻ്റെ കാരണം ഡിഫിക്കൽട്ടീസിൽ നിന്നും എതിർപ്പിൽ നിന്നും ഒളിച്ചോടണമേ എന്നുള്ള അപേക്ഷയുമായിട്ടും അങ്ങനെയുള്ളൊരു ലക്ഷ്യവുമായിട്ടും അല്ല നടക്കുന്നത്. കഴിവിൻ്റെ പരമാവധി റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കാം എന്ന് വിചാരിച്ചല്ല നടക്കുന്നത്. ഒരു 10 റിസ്ക് ഉണ്ടെങ്കിൽ പോരട്ടെ, ഞങ്ങൾ ദൈവകൃപയിൽ അതിന് നേരിട്ടോളാം, കർത്താവ് നമ്മളെ സഹായിക്കും. കാരണം ഇവരെ യുദ്ധം അഭ്യസിപ്പിക്കാൻ വെച്ച ജാതികളാണ്. കാരണം നമുക്കറിയാം, ഒരു ജനത മുഴുവൻ മരുഭൂമിയിലൂടെ കടന്നു വരുമ്പം എന്തൊക്കെ നിലയിലുള്ള ചലഞ്ചസ് നേരിട്ട് ഏത് സാഹചര്യത്തെയും നേരിടാൻ തക്കവണ്ണം കഴിവുള്ള, ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെ വിശ്വാസവും കഴിവുമുള്ള ഒരു ജനതയായിട്ട് അവർ കനാനിലേക്ക് പ്രവേശിക്കുന്നത്. ആ കനാനിൽ വന്നു കഴിയുമ്പം യുദ്ധങ്ങളൊക്കെ തീർന്നു കഴിയുമ്പം പിന്നെ ഇവർക്ക് യുദ്ധമില്ലാത്തത് കൊണ്ട് അവർ വേറൊരു സ്വഭാവത്തിലേക്ക് അടുത്ത തലമുറ മാറിത്തീരാനും വേറൊരു യുദ്ധമുണ്ടാകുമ്പോൾ അവർ തോറ്റുപോകാനുമായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ ഇടയിൽ ചില ജാതികളെ വെക്കുകയും പലപ്പോഴും അവർക്ക് കൂനിന്മേൽ കുരു പോലെ. നമ്മളപ്പോൾ ഓർക്കണം, അവരെ ഫിനിഷ് ചെയ്ത് കളയുക, കുഞ്ഞുങ്ങളെ കൊന്നുകളയുക, സ്ത്രീകളെ ഒന്നും വെച്ചേക്കരുതെന്നൊന്നും പറഞ്ഞതേ ഉള്ളൂ, നടന്നിട്ടില്ല പലതും. അത് നമ്മൾ ഓർക്കണം. അവിടെ പലയിടത്തും നടന്നിട്ടില്ല. കാരണം അശേഷം അവരെ നിർമൂലമാക്കി കളയണമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ഇടയ്ക്കും അവിടുന്ന് പോകാത്ത ജാതികൾ അവിടെ ഉണ്ടായിരുന്നു. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ അവരെ ചതിച്ച് ദൂരത്തുനിന്ന് വരുന്നവരാണെന്നും പറഞ്ഞ് അടുത്തുനിന്ന് പറഞ്ഞ ഗിബെയോന്യർ അവിടെ ഉണ്ടായിരുന്നു.
മോശയുടെ അളിയന്റെ ആൾക്കാർ വന്നിട്ട് അവർ തിരിച്ചൊന്നും പോയില്ല. നമ്മൾ ഇരമ്യാ പ്രവചനത്തിൽ പോലും അതിന് 35-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവിടെ ഒരു ആലയത്തിന്റെ ഒരു റൂമിന്റെ ഉള്ളിൽ കയറി മദ്യം പാനം ചെയ്യാനായിട്ട് അവരോട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല, ഞങ്ങൾ വീട് വെക്കുകയോ മുന്തിരിത്തോട്ടം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് അവർക്ക് ആദ്യം പ്രാപിച്ച ദർശനം അനുസരിച്ച് തന്നെ നടന്നിട്ടുള്ള ചില ആൾക്കാരെ അവരുടെ പിൻതലമുറകളായിട്ട് കേന്യർ എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ സാരം, നമ്മളെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി നിർത്തുക, വിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാക്കി നിർത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ആത്മീയ വളർച്ചയുള്ളവരും സ്വർഗത്തിൽ ചെല്ലുമ്പോഴും അതേ നിലവാരത്തിൽ വിശ്വാസവും കാഴ്ചപ്പാടും ഉള്ളവരാക്കി നമ്മളെ നിലനിർത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. അല്ലാതെ നമ്മുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അങ്ങ് മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തവരായി ഗുഡ് ഫോർ നത്തിങ് പീപ്പിളായിട്ട് നമ്മളെ മാറ്റുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന അസാധ്യങ്ങൾക്കായിട്ടും ചലഞ്ചുകൾക്കായിട്ടും നമ്മളെ കൊണ്ട് ഈ നേരിടാൻ കഴിയാത്ത നിലയിൽ ഈ ലോകം നമുക്ക് മുന്നിൽ പോസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കായിട്ടും പ്രതികൂലങ്ങൾക്കായിട്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും, കർത്താവേ ഈ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, എന്നാൽ ഒരുപക്ഷെ ഈ ലോകത്തിൽ തന്നെ കർത്താവെ നീ നിലനിർത്തിക്കൊള്ളണം, എന്നാൽ ദുഷ്ടങ്കിൽ നിന്ന് അവരെ വിടുവിക്കണം എന്നാ കർത്താവ് പ്രാർത്ഥന. നമുക്കറിയാമല്ലോ, ഒരു വലിയൊരു ദൈവത്തിലുള്ള ഒരു ആശ്രയമാണ് നമുക്ക് പ്രാർത്ഥന. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും നമുക്ക് അതേ വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു എന്ന് പ്രാർത്ഥിച്ചാണ് ആ പ്രാർത്ഥന അവസാനിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ ദൈനംദിന പ്രാർത്ഥനയിൽ അവൻ്റെ മഹത്വത്തിനും അവൻ്റെ രാജ്യത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച്, നമ്മുടെ അന്നന്നുള്ള ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനം നമ്മൾ പറയുന്നത് ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കണമേ. അപ്പോൾ ഈ ലോകത്തിൽ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ ലോകത്തിൽ സെപ്പറേറ്റഡ് ആയിട്ട് ലോകം നമുക്ക് ഉണ്ടാക്കുന്ന എല്ലാ റെസിസ്റ്റൻസിനെയും ഫേസ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുകയും, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാൻ തക്കവണ്ണം കർത്താവ് എൻ്റെ മാനുഷ്യ ശക്തി കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് ടെക്നോളജി കൊണ്ടൊന്നും, ആത്മീയ ടെക്നോളജി കൊണ്ടൊന്നും പിശാചിനോട് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതിന് നിന്റെ കാഴ്ച ശബ്ദങ്ങൾ തന്നെ വേണം കർത്താവ്, നിന്റെ കൃപ തന്നെ വേണം, നിന്റെ സർവായുധ വർഗം തന്നെ വേണം. അതല്ലാതെ കർത്താവ് ഈ വിശ്വാസ പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയില്ല. എനിക്ക് വേറൊരു കാര്യം കൂടെ അവിടെ വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കർത്താവ് നമ്മളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. എങ്ങനെ തിരഞ്ഞെടുത്തു എന്നാണ് ഈ പറയുന്നത്? നമുക്കറിയാം, ഇന്നലെ വായിച്ച ഭാഗവും അതിന് മുന്നത്തെ ഭാഗങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം കാണാൻ കഴിയും. ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തു. 8-ാം വാക്യം, എനിക്ക് നീ തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ കൈക്കൊണ്ടും ഇരിക്കുന്നു. അവർ സത്യമായിട്ട് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്നും നീ എന്നെ അയച്ചുവെന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും അവൻ ജഡത്തിൽ അവതരിച്ചു എന്നും ഈ ലോകത്തിലേക്ക് വന്നു എന്നും വിശ്വസിക്കുന്നവൻ ലോകത്തെ ജയിക്കും. ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്നും, ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന ഈ ലോകത്തിന്റെ പറ്റുമാനത്തിൽ നിന്നും അങ്ങനെയുള്ളവൻ വിടുവിക്കപ്പെടും. ഈ ലോകത്തിന്റെ കാലഗതിയും അങ്ങനെയുള്ള നിലയിൽ പോകുന്ന കാര്യങ്ങളൊന്നും ദൈവികമല്ലെന്നും അത് ആത്യന്തികമായിട്ട് നാശത്തിലേക്കാണ് പോകുന്നതെന്ന് കർത്താവ് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് മനസ്സിലാകും. കർത്താവ് തിരഞ്ഞെടുത്ത ഒരു വ്യക്തി പിന്നെയും തന്നെ ലോകത്തിന്റെ സംരക്ഷണയിൽ തന്നെ ഏൽപ്പിക്കാൻ അവന് കഴിയുകയില്ല. ഈ ലോകത്തിന്റെ കാര്യങ്ങൾ ശ്രേഷ്ഠമാണെന്ന് അവന് പറയാൻ കഴിയുകയില്ല. ഈ ലോകം അവന് ഓഫർ ചെയ്യുന്നതാണ് സുരക്ഷിതത്വവും നന്മയും പ്രോസ്പെറിറ്റിയും ഒന്നും അവന് യോഗ്യമല്ല. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ദൈവത്തിന്റെ വചനത്താലാണ് ദൈവം നമ്മളെ ലോകത്തിൽ നിന്ന് മാറ്റിയേക്കുന്നത്. അല്ലാതെ ലോകത്തിൽ നിന്ന് മാറ്റിക്കളയാൻ നമുക്കറിയാമല്ലോ. ഇന്നലെ തന്നെ നമ്മൾ വായിച്ചു, എൻ്റെ പിതാവേ നീ എന്നെ മഹത്വപ്പെടുത്തണമേ, പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം അത് എന്തോ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക നിലയിലുള്ള ദൈവത്വവും ദൈവമാണെന്ന് തോന്നത്തക്ക പോലെ ഒരു ഓറായും ഒക്കെ കർത്താവിന് ചുറ്റും വേണം എന്നല്ല പ്രാർത്ഥിച്ചത്. മറിച്ച് ആ കർത്താവ് മഹത്വപ്പെടാൻ പോകുന്നത് കാൽവരി ക്രൂശിൽ തൻ്റെ സ്വന്തം ജീവൻ അർപ്പിച്ചും കൊണ്ട് പിതാവിൻ്റെ ഇഷ്ടത്തിന്, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിച്ചോണ്ടാ
അവൻ ഈ ലോകത്തെ ജയിക്കുന്നത്, അല്ലെങ്കിൽ അവൻ മഹത്വപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ആ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റാണ് താൻ മഹത്വപ്പെടാനായിട്ട് പോകുന്നത്. പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചതിന് സാരം അതാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ലോകം നമുക്ക് പല കിരീടങ്ങളും, നമുക്കറിയാം അവന് രാജാവാക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിട്ട് ശിഷ്യന്മാരോട് നേരത്തെ മുന്നേ പോകാനായിട്ട് പറഞ്ഞുവെന്ന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഫോൺ കയറി വന്നു. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു വാചകം. യിരെമ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ 15-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കുന്നു. പണ്ടേ എന്നെ സ്പർശിച്ചിട്ടുള്ള ഒരു വാക്യം. ആ വാക്യം പറയുന്നത്, കർത്താവേ, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന വാക്യമാണ്. അപ്പോൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും, രാവിലെ ബൈബിൾ എടുത്ത് യിരെമ്യാവ് വായിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചക പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു എന്ന് നമുക്ക് തോന്നും. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഈ വചനത്താൽ കർത്താവ് യിരെമ്യാവിനെ ഈ ലോകത്തിൻ്റെ പറ്റുമാനത്തിൽ നിന്നും, ലോകം ശ്രേഷ്ഠമായിട്ട് കരുതുന്ന കാര്യങ്ങളിൽ നിന്നും ഒക്കെ അതിൽ നിന്ന് വിടുവിച്ച് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളോടുള്ള ഒരു വെറുപ്പ്, ഒരു അവേർഷൻ അവൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തു എന്നുള്ള നിലയിലാണ് നമുക്ക് അധ്യായം മൊത്തം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളോട് ഇനി മുന്നോട്ട് ചേർന്ന് പോകാൻ കഴിയാതെ വണ്ണം ആ ദൈവത്തിൻ്റെ വചനം യിരെമ്യാവിൻ്റെ ജീവിതത്തിൻ്റെയും ആത്മാവിൻ്റെയും മൊത്തത്തിൽ യിരെമ്യാവിൻ്റെ സിസ്റ്റത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് തീർന്നു. ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ആ വചനം ഞാനത് പൂർണ്ണമായിട്ട് ഞാൻ ഉൾക്കൊണ്ടിരിക്കയാൽ ഈ ലോകത്തോട് ചേർന്ന് പോകുവാൻ എനിക്ക് കഴിയുന്നില്ല. കൂട്ടുകാരുടെ കൂടെ പോയിരുന്ന് ഓരോന്ന് പറയാനും അങ്ങനെയൊന്നും എനിക്ക് അവിടെ വായിക്കുന്നതാ. നീ കർത്താവെ, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കയാൽ നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു എന്ന് പറഞ്ഞ് വളരെ ഇതായിട്ട് നമുക്ക് തുടർന്നറിയാമല്ലോ. ഈ വചനം എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ട അഗ്നി പോലെ ഇരിക്കുന്നു, അത് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ട അഗ്നി പോലെ ഇരിക്കുന്നു എന്ന് ഉള്ള നിലയിൽ യിരെമ്യാവ് ഞരക്കം നമുക്ക് കാണാനായിട്ട്, തൻ്റെ വചനം തൻ്റെ ഹൃദയത്തിലേക്ക് കൊടുത്ത്, ആ വചനത്തിലൂടെ ദൈവം ആരാണെന്നും ദൈവിക പദ്ധതി എന്താണെന്നും കൊടുത്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബേർഡനും ആത്മഭാരവും ദൈവം ഹൃദയത്തിലേക്ക് പകർന്ന് ഒരു തീവ്രമായി ദൈവത്തിന് വേണ്ടി നിൽക്കത്തക്ക വണ്ണവും ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാൻ കഴിയാതെ വണ്ണവുമുള്ള ഒരു ഹൃദയം യിരെമ്യാവിന് നൽകി എന്നാ വായിക്കുന്നത്. ദൈവം അങ്ങനെ ഒരു മനുഷ്യനെ പിടിച്ചാക്കി എന്നല്ല പറയുന്നത്. യിരെമ്യാവ് അതിന് വില്ലിങ് ആയിരുന്നു. അൺവില്ലിങ് ആയിട്ട് നമുക്ക് തോന്നുന്നെങ്കിലും, ബാലനാണെന്നും എനിക്ക് വയ്യ എന്നൊക്കെ നേരത്തെ പറഞ്ഞെങ്കിലും, ഹി വാസ് ഓൾ ദ മോർ വില്ലിങ്. ഇതൊക്കെ പുറമേ ചില പരാതികളൊക്കെ പറയുന്നുണ്ടെങ്കിലും തന്നെ ആ നിലയിൽ കർത്താവ് ആക്കി തീർത്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളെയും ഈ ലോകത്തിൽ നിന്ന് കർത്താവ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അത് എന്തെങ്കിലും ചില മാജിക് കൊണ്ടൊന്നുമല്ല. തൻ്റെ ജീവൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുകയും തൻ്റെ ജീവൻ്റെ വചനം നിമിത്തം ആ കർത്താവ് നമ്മളെ ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നതെന്നും ഈ 17-ാം അധ്യായം പ്രത്യേകിച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണാം. പല സ്ഥലങ്ങളിൽ തൻ്റെ വചനവും തൻ്റെ നാമവും നമുക്ക് വേണ്ടി നൽകപ്പെട്ടു, നമുക്ക് വേണ്ടി നൽകി എന്നുള്ള കാര്യം അവിടെ വായിക്കുക. നമുക്കറിയാം. തുടർന്ന് നമ്മൾ കർത്താവ് ഈ ലോകത്തിൽ നമ്മളെ വെച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നമ്മളെ തൻ്റെ വചനം കൊണ്ട്, തൻ്റെ ആ ജീവനുള്ള വചനം കൊണ്ട്, അഗ്നി പോലെ ഇരിക്കുന്ന വചനം കൊണ്ട്, ആ തിളയ്ക്കുന്ന ഇതുപോലെ ഇരിക്കുന്ന തൻ്റെ വചനം കൊണ്ട് നമ്മളെ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ എത്രമാത്രം ഈ ലോകത്തോട് ചേർന്ന് പോകാൻ ശ്രമിച്ചാലും അതൊരു ആൻറ്റി ക്ലൈമാക്സ് ആയിട്ട് മാത്രമേ അവന് തീരത്തുള്ളൂ. കാരണം നിനക്ക് ലോകത്തോട് ചേർന്ന് പോകാൻ കഴിയാതെ വണ്ണം ഉള്ള ഒരു നിലവാരത്തിൽ തൻ്റെ വചനം കൊണ്ട് അവൻ നമ്മെ സെപ്പറേറ്റ് ചെയ്തേക്കും. അവൻ ഈ ലോകത്തിൽ നമ്മളെ സെപ്പറേറ്റ് ചെയ്തേക്കും. ലോകം നമ്മളെ പകയ്ക്കുന്ന നിലയിൽ നമ്മളെ എത്തിച്ചേക്കുക. നമുക്ക് ആ ബാരിയറൊക്കെ കടന്നു പോകാൻ കഴിയും, ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനൊന്നും ഒരു ഇത് പറയുകയല്ല ചെയ്യുന്നത്. എന്നാൽ സാധാരണഗതിയിൽ അത് പറ്റുകയില്ല. നോക്കിയാട്ടെ, അവിടെ നമ്മൾ കാണുന്നത് അതെ. അങ്ങനെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്കറിയാം, അവിടെ കാണുന്നത് ഐക്യതയെക്കുറിച്ച്. താഴെ 26-ാം വാക്യത്തിൽ 4 കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ. പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത് ഒരു ഐക്യതയെക്കുറിച്ച്. നമുക്കറിയാം, നമ്മുടെ ഒക്കെ സമൂഹത്തിലുള്ള
നമ്മുടെയൊക്കെ ഡിനോമിനേഷനിലുള്ള നമ്മുടെയൊക്കെ കൂട്ടായ്മകളിലുള്ള ഓരോ സഭകൾക്ക് ഓരോരോ കൂട്ടായ്മ, ഓരോരോ ഡോക്ട്രിൻസ് ഉണ്ട്, ഓരോ ഉപദേശങ്ങളുണ്ട്. ഞാൻ നിശ്ചയമായിട്ടും വിചാരിക്കുന്നത് എൻ്റെ ഉപദേശമാണ് ശ്രേഷ്ഠമായ ഉപദേശം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ ആ കൂട്ടത്തിൽ ഞാൻ പോകത്തില്ലല്ലോ. അപ്പം ഞാൻ കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തികളാണ് മോർ ഓർ ലെസ് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. എന്ന് വെച്ചിട്ട് എൻ്റെ വേറൊരു സഹോദരൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവനെ ഞാൻ മോശക്കാരനായിട്ടോ തെറ്റുകാരനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയും ഞാൻ കാണുന്നില്ല. കാരണം അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ അതാണ് ശരിയെന്ന് തോന്നുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ദൈവവചനം അനുസരിച്ച് എൻ്റെ ബെസ്റ്റ് ഓഫ് മൈ നോളജ് എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള സെപ്പറേഷൻ ഉണ്ടായിരിക്കും. ഇത്രയും ദിവസങ്ങളിൽ നമ്മുടെ ക്ലബ് ഹൗസിൽ പല ഇതില്ലായിരുന്നു. ചില വ്യത്യാസങ്ങളൊക്കെ ഉയർന്നു വരുമോ എന്ന് നമ്മൾ പേടിച്ചിരിക്കുമായിരുന്നു. ഇന്ന് രാവിലെ നോക്കിയപ്പം പെന്തിക്കോസുകാർ തമ്മിൽ തന്നെ ഇന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. പെന്തിക്കോസ് സഭകൾ തന്നെ ഉള്ള ഇത് ഇവിടെ അതിരാവിലെ 5 മണിക്ക് എഴുന്നേറ്റപ്പം ഉദ്ഘാടനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇങ്ങനെ പോകുക. എവിടൊക്കെ ഓരോ ഡിഫറൻസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അവിടെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ എസ്കലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അപ്പം തന്നെ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നമ്മുടെ മനസ്സിൽ വെച്ചേക്കണം. നമ്മളെല്ലാം ആയിരിക്കാൻ പോകുന്ന ഒരു സ്വർഗത്തെക്കുറിച്ച് ഇതാ നമ്മളിന്ന് വായിക്കുന്ന ഈ ഭാഗത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെ പിതാവിൻ്റെ ഞാൻ ഇരിക്കേണ്ടടുത്ത് തന്നെ അവർ വന്ന് ഇരിക്കണമെന്നും ഒക്കെ കർത്താവ് അപേക്ഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട്, ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണമെന്നും അപേക്ഷിക്കുന്നത് കാണാനായിട്ട് കഴിയും. അപ്പം ഇവിടെ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഒരു കാര്യം ആലോചിക്കണം, ഒരു പരിധിയിൽ കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്നതുകൊണ്ടോ ചർച്ച ചെയ്യുന്നതുകൊണ്ടോ ഒന്നും പ്രശ്നമില്ല. അതേസമയം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും ദൈവസന്നിധിയിൽ എത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, അല്ല പാസ്റ്റർ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോവുകയില്ലേ? സ്നാനപ്പെടണമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പെടാത്തവൻ്റെ കാര്യം എന്താകുമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ദൈവവചനത്തിൽ മറ്റു പല കാര്യങ്ങളും അനുസരിക്കാനായിട്ട് സ്നാനം മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും അനുസരിക്കാനും നമ്മുടെ ജീവിത വിശുദ്ധിയും ആ നിലവാരവും ഒക്കെ ക്രിസ്തുവിൻ്റെ ജീവിത വിശുദ്ധിക്കും നിലവാരത്തിനും സമാനമായിട്ടായിത്തീരണം. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുകയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. ക്രിസ്തു എന്ന തലയോളം വളരുകയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാത്തവൻ എന്തോ പറ്റും എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉത്തരം എവിടെയും പറഞ്ഞിട്ടില്ല. പോസിറ്റീവായിട്ട് കർത്താവ് വരുന്നത് വരെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും അങ്ങനെ ഇവയെല്ലാം കൂട്ടിക്കൊള്ളുവീൻ. ഇങ്ങനെ നിങ്ങൾ വർദ്ധിച്ചു വരുന്നു എങ്കിൽ അവൻ്റെ ഇത് സംബന്ധിച്ച് നിഷ്ഫലന്മാരും ഉത്സാഹമില്ലാത്തവരും ആയിരിക്കയില്ല. അങ്ങനെ ആയിത്തീർന്നാൽ വിളിയും തെരഞ്ഞെടുപ്പും അവസാനം വരെ ഉറപ്പാക്കുവിൻ. എന്നാൽ അവൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുമെന്നാണ് എഴുതിയേക്കുന്നത്. ഇപ്പോൾ ഒരാൾ ചോദിക്കുക, വീര്യം എനിക്കുണ്ട്, വിശ്വാസം എനിക്കുണ്ട്, വീര്യമില്ല ദൈവദാസ അവിടെ. അപ്പം വിശ്വാസം മാത്രം വെച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതെന്തൊരു ചോദ്യമാണ്? അതൊരു ഇമാജിനറി ചോദ്യമല്ലേ? അവസാനത്തെ നിമിഷം വരെയും വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ ശ്രമിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ഒരു ദൈവവേദന ചെയ്യേണ്ടത്. അല്ലാതെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ചോദിക്കുക, ഇത്രയും എനിക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് പോകുന്നില്ല, ഇത്രയും കൊണ്ട് സ്വർഗത്തിൽ ഒരു സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരു അസ്ഥാനത്തുള്ള ചോദ്യമല്ലേ? അത് അസ്ഥാനത്തുള്ള ഒരു ചോദ്യമല്ലേ? അതങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തി ഉണ്ടോ? അങ്ങനെ പ്രസക്തിയില്ലാത്ത ചോദ്യമായതുകൊണ്ട് അതിന് ഉത്തരവും ഇല്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ. ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്, അവസാനത്തോളം അത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതാണ് എനിക്ക് അത്തരം കാര്യങ്ങളോടുള്ള എൻ്റെ പ്രതികരണം. എന്ന് മാത്രമല്ല, ഈ ഒരേ സ്വർഗത്തിലേക്ക് പോകാൻ ഇരിക്കുന്ന വ്യക്തികൾ ഒരു കാര്യം ആലോചിക്കണം. കർത്താവെ, അവനും കർത്താവിൻ്റെ രക്തം കൊണ്ട് അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടെന്നും അവൻ ദൈവത്തിൻ്റെ മകനായെന്ന് വിശ്വസിക്കുന്ന ആ വ്യക്തി, ഈ വ്യക്തിയോടുകൂടെ ഞാൻ നിത്യത പങ്കിടേണ്ടതാണ് കർത്താവെ. അതുകൊണ്ട് ആ ഒരു ബന്ധവും ആ ഒരു ക്രിസ്തുവിലുള്ള ഐക്യതയും തകർക്കുന്ന നിലയിൽ ഒരിക്കലും എൻ്റെ കാര്യങ്ങളോ എൻ്റെ വാക്കുകളോ ആയിത്തീരാൻ പാടില്ല. എന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു സഹോദരന് വെളിപ്പെട്ടില്ല എന്ന് വരും. ഇപ്പൊ ഒരേ ഡോക്ടറിനാ പറയുന്നതെന്ന് പറയുന്ന ആൾക്കാർക്ക് തന്നെ എല്ലാം മനസ്സിലാകത്തില്ല. ഇപ്പൊ ഞാൻ ചിലപ്പോൾ പറയുന്ന ചില കാര്യങ്ങളൊന്നും എൻ്റെ അതേ ഡോക്ടറിനുള്ള ചില സഹോദരങ്ങൾക്ക് മനസ്സിലാകാത്തതിന് ഇപ്പം ഞാനെന്തോ ചെയ്യാനാ? അവരെ കുറ്റപ്പെടുത്താൻ വല്ലോ പറ്റുമോ? അവർക്കത് വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെടുന്നത് വരെ ശാന്തമായി കാത്തിരിക്കുക എന്നല്ലാതെ എന്താ ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ എന്താ പറ്റുന്നത്? ഉപദേശിമാർക്കുള്ള യോഗ്യതകൾ തീത്തോസിലോ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു യോഗ്യതയാണ്, ശത്രുവിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകൊണ്ട് അങ്ങനെയുള്ളവരെ
സമാധാനത്തോടെ ഉപദേശിക്കേണ്ടവരുമാകുന്നു എന്ന ഉപദേശിമാരെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. ശത്രുവിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകൊണ്ട് അങ്ങനെയുള്ളവരെ സമാധാനത്തോട് ഉപദേശിക്കാൻ കഴിയുന്നവനായിരിക്കണം ഒരു ഉപദേശി. അപ്പം എത്ര നാൾ ഉപദേശിക്കണം? ശത്രുവിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാ. അവർക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നത് വരെ പ്രാർത്ഥനയോടെ ക്ഷമയോടെ പഠിപ്പിക്കുകയും അവരോട് ആ ബന്ധത്തിലായിരിക്കുകയും ചെയ്യേണ്ടതൊരു ദൈവഭക്തന്റെ ദൈവദാസന്റെ കടമയാണ്. അല്ലാതെ ഇപ്പം ഞാൻ പഴുക്കാത്ത പഴം ഞെക്കി പഴിപ്പിക്കുന്നത് പോലെ ഇന്ന് പിടിച്ച് എല്ലാം തീരുമാനം എടുപ്പിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ കാര്യം. സ്വതസിദ്ധമായ അവരുടെ നിലയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ദൈവം അവർക്കൊരു വെളിപ്പാട് നൽകി അനുസരണത്തിലേക്ക് വരാൻ തക്കവണ്ണം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ തന്നെ അവർ യേശു ദൈവപുത്രൻ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അവിടെ നമ്മൾ വായിക്കുന്നത് പോലെ അവർ ദൈവസന്നിധിയിൽ കടന്നു വരും. യേശു അവരുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ നിശ്ചയമായിട്ടും ദൈവസന്നിധിയിൽ കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, കാരണം അതിന് ഉത്തരം പറയാനൊന്നും എനിക്ക് പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെയുള്ള ഒരു ലക്ഷ്യം നമുക്കുള്ളത് കൊണ്ട് അതിനെ ഭംഗിക്കുന്ന, അതിനെ തടയുന്ന നിലയിലുള്ള ഒരു കാര്യവും പറയാനോ പ്രവർത്തിക്കാനോ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന് ഉലച്ചിൽ തട്ടുന്ന ഒരു കാര്യം പറയാനായിട്ട് ഇടയായി തീരാതെ സ്വർഗത്തിലേക്ക് ആരൊക്കെ പോകുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലിസ്റ്റ് വല്ലോ ആരുടെയെങ്കിലും കൈ ദൈവം കൊടുത്തിട്ടുണ്ടോ? എൻ്റെ കൈ തന്നിട്ടില്ല. ഉറപ്പായിട്ട് പറയാം, എൻ്റെ കൈ സ്വർഗത്തിലേക്ക് പോകുന്ന ഇന്നാരാന്ന് പറഞ്ഞ് ലിസ്റ്റൊന്നും തന്നിട്ടില്ല. കർത്താവിൻ്റെ കാൽവരി മരണത്തെ വിശ്വസിക്കുകയും അതിനെ ഏറ്റെടുക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന ദൈവഭക്തന്മാരുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം എന്തൊക്കെ സ്റ്റെപ്പ് കയറണം, ഏതൊക്കെ ലെവലിലായിരിക്കണം എന്നൊക്കെ അതിനെ കുത്തിക്കഴിഞ്ഞ് ചോദിക്കാനൊന്നും എനിക്കതിന് ഉത്തരം പറയാൻ സാധിക്കത്തില്ല. ജീവിത വിശുദ്ധിയോടെ തങ്ങളെ തന്നെ സൂക്ഷിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുന്ന ദൈവഭക്തന്മാരെല്ലാവരും ദൈവസന്നിധിയിൽ കാണുക തന്നെ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് പറഞ്ഞ കാര്യം, നമുക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറയാം. അതിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടാക്കി അതുകൊണ്ട് സ്വർഗം തരിച്ചു കിടന്നാലും നിങ്ങളെ ആരെയും കയറ്റത്തില്ല എന്ന് പറയേണ്ട ഒരു കാര്യമുണ്ടോ? അത് ചില ദൈവദാസന്മാർ ആത്മനിറവിൽ പണ്ട് കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. എന്നാൽ തന്നെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ ദിവസങ്ങളിൽ അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആ ഐക്യതയിൽ നമുക്ക് നിൽക്കാം, നമുക്ക് സ്നേഹിക്കാം. അതേസമയം തന്നെ ആ സത്യങ്ങൾ വെളിപ്പെടുത്താതെയും ഇരിക്കുന്ന ഒരു അനുഭവമല്ല, വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ